കോപ്പറേറ്റീവ് എഡ്യൂടെക്കിൻ്റെ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അസിസ്റ്റൻ്റ് അടുത്ത മാസം കേരള PSC നടത്താനിരിക്കുന്ന പരീക്ഷയുമായി ബന്ധപ്പെട്ട പ്രത്യേക വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ അസിസ്റ്റൻ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിലെ ജോലിക്കുള്ള ആകർഷകമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്നും കഴിഞ്ഞ 2019 അഡ്വൈസ് നില എത്രയാണെന്നും ഈ പ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് എത്ര പേരാണ് അപേക്ഷകരും കൺഫർമേഷൻ നൽകിയവരുടെ എണ്ണവും തുടങ്ങിയ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അത് കേരളത്തിലൊരു പ്രസ്റ്റീജ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ആ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് അസിസ്റ്റൻ്റ് ജോലിക്ക് ചെയ്യുമ്പോൾ നമുക്കുണ്ടാവുന്ന, അതായത് കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഉള്ള ഏറ്റവും നല്ലൊരു സുവർണാവസരമാണ്, നിലവിലുള്ള ഒരു അവസരമാണ് അസിസ്റ്റൻ്റ് തസ്തിക എന്നത്. കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ഇപ്പോൾ അസിസ്റ്റൻ്റ് തസ്തികയിലേക്കുള്ള പരീക്ഷ അടുത്ത മാസം കേരള PSC നടത്താനിരിക്കുന്നു. സെപ്റ്റംബർ 9 ശനിയാഴ്ച 1:30 മുതൽ 3:20 വരെ നടക്കുന്ന പരീക്ഷയുടെ അടിസ്ഥാനത്തിലാണ് 30,000 രൂപയ്ക്ക് മുകളിൽ അടിസ്ഥാന ശമ്പളമുള്ള ഈ തസ്തികയിലേക്കുള്ള ആളുകളെ ഡയറക്റ്റായിട്ട് റിക്രൂട്ട് ചെയ്യാൻ പോകുന്നത്. അതിലേക്ക് തയ്യാറെടുക്കുന്ന സമയമാണ്. പലരും അവസാന ലാപ്പിലായിരിക്കും. ഇനി നമുക്ക് മുന്നിൽ ഒരു മാസം മാത്രം ബാക്കിയുള്ളൂ. കൊമേഴ്സിൻ്റെ സിലബസ് മാത്രമാണുള്ളത്. GK അതുപോലുള്ള IT മറ്റുള്ള കോർന്ന് മാറിയിട്ടുള്ള മറ്റൊന്നും ഈ എക്സാമിൻ്റെ ഭാഗമായിട്ടില്ല. ഡീറ്റെയിൽഡ് സിലബസ് 10 മൊഡ്യൂള് 10 മാർക്ക് വീതം PSC മുൻപേ പ്രസിദ്ധീകരിച്ചാണ്. ആ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സുകൾ പുരോഗമിക്കുന്നുണ്ട്. ക്ലാസ്സുകളുടെ നോട്ടുകൾ ടെലഗ്രാം ഗ്രൂപ്പിൽ ലഭ്യമാണ്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് അതാത് പ്ലേ ലിസ്റ്റുകൾ നോക്കുക. 2019 പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഡീറ്റെയിൽഡ് ഡിസ്കഷൻ PYQ പ്ലേ ലിസ്റ്റിൽ ലഭ്യമാണ്, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൻ്റെ താഴെ ഭാഗത്തും ഉണ്ടാകും. നമുക്ക് ഓരോ വിഷയങ്ങളിലേക്ക് പോകാം. ഈ പ്രാവശ്യം ഈ പരീക്ഷ എഴുതുന്നവർ ആകെ 62,483 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. കാരണം BCom മാത്രമാണ് ഇതിൻ്റെ യോഗ്യത, മറ്റൊന്നും ആവശ്യമില്ല. BCom ഉള്ളവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതാനും സാധിക്കുകയുള്ളൂ. കൺഫർമേഷൻ നൽകിയത് 25% ആളുകൾ കുറവായിരുന്നു. 46,284 പേരാണ് കൺഫർമേഷൻ നൽകിയത് ശനിയാഴ്ച സെപ്റ്റംബർ 9 1:30 നടക്കുന്ന പരീക്ഷയിലേക്ക്. ഒഴിവുകളുടെ എണ്ണം ഇപ്രാവശ്യം നോട്ടിഫിക്കേഷനിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. എങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ നിയമന നില സ്ക്രീനിൽ കാണാം. 30ഓളം അഡ്വൈസ് നടന്നിട്ടുണ്ട്. അത്ര തന്നെ അതിൽ കൂടുതലോ അഡ്വൈസുകൾ ഇപ്രാവശ്യം നടക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വർഷം ജനുവരി 1 അപേക്ഷിക്കേണ്ട അവസാന തീയതി. വളരെ പെട്ടെന്ന് തന്നെ സിലബസും പരീക്ഷയുടെ ഷെഡ്യൂളും വന്ന് അതേ വേഗത ലിസ്റ്റുകൾക്കും നിയമനങ്ങൾക്കും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. വീണ്ടും പറയുന്നു, കേരള സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്കുള്ള ഈ അവസരം നിർബന്ധമായും നമ്മൾ മനസ്സിലാക്കി അതിനു വേണ്ടി പ്രവർത്തിക്കേണ്ടതുണ്ട്. ജോലി എന്നത് ഇന്നത്തെ കാലത്ത്, പ്രത്യേകിച്ചും നിയമനങ്ങൾ കുറഞ്ഞു വരുന്ന കാലത്ത്, അവസരങ്ങൾ പ്രൈവറ്റ് സെക്ടർ ആയിക്കോട്ടെ ഗവൺമെൻറ് സെക്ടർ ആയിക്കോട്ടെ കുറഞ്ഞു വരുന്ന ഈ സമയത്ത് ഇത്തരം അവസരങ്ങൾ നമ്മൾ അതിൻ്റെ പിറകെ പോയി അത് നേടിയെടുത്തേ പതിയാവും. അതിനുള്ള കാരണങ്ങൾ നമുക്ക് നോക്കാം. പ്രധാനമായിട്ടും കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്നത് ഒരു കേരളത്തിലെ ഇൻഡസ്ട്രി അല്ലെങ്കിൽ അതുപോലുള്ള മേഖലകളിൽ വളരെയധികം ലീഡിംഗ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയ്ക്ക് അതിൽ ജോലിക്കും അതിൻ്റേതായ പ്രത്യേകതകളുണ്ടാകും. ഒരു ഓഫീസ് ജോലിക്കുള്ള എല്ലാ മേന്മകളും എല്ലാ അനുകൂല സാഹചര്യങ്ങളും ഈ ജോലിക്കുണ്ട്. മെയിനായിട്ട് നമുക്കതിൽ പറയേണ്ടത് ഗവൺമെൻറ് ജോബ് എന്നതാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ച് കേരള സർക്കാരിൻ്റെ ഭാഗമാവുക എന്നത് ഒരു പെർമനൻറ്റ് ഗവൺമെൻറ് സർവീസിൻ്റെ ബെനിഫിറ്റ് എന്തൊക്കെയെന്ന് ഞാൻ പ്രത്യേകം ഇപ്പോൾ എടുത്ത് പറയേണ്ടതില്ല. മാത്രമല്ല പ്രൈവറ്റ് സെക്ടറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതിൽ മിനിമൽ റിസ്ക്കേ ഉള്ളൂ. ജോബ് ലോസ് സംഭവിക്കാൻ, ജോലി നഷ്ടപ്പെടാനുള്ള സാധ്യതകളും കുറവാണ്. മാത്രമല്ല സമയത്ത് റെഗുലറായിട്ട് സാലറിയും ഇൻക്രിമെൻറ്റും മറ്റ് ബെനിഫിറ്റുകളും നമുക്ക് നേടിയെടുക്കാനും പറ്റും.
മറ്റൊരു ആകർഷകമായ ഘടകം ഇതിൻ്റെ സാലറി തന്നെയാണ്. സാലറി മാത്രമല്ല, അലവൻസുകളും. അതായത് അടിസ്ഥാന ശമ്പളം 30,000 രൂപയ്ക്ക് മുകളിലും കൂടാതെ അതിന് പുറമെ ഡിയർനെസ് അലവൻസ് DAയും എത്ര പെർസെൻറ്റേജ് കറക്റ്റ് എനിക്ക് ഓർമ്മയല്ല, അതും HR ഹൗസ് റെൻ്റ് അലവൻസ്, ട്രാവലിംഗ് അലവൻസ്, മറ്റ് ബെനിഫിറ്റുകൾ അതായത് മെഡിക്കൽ ബെനിഫിറ്റ് അതുപോലുള്ള ബെനിഫിറ്റുകൾക്ക് പുറമെ സമയാസമയത്തുള്ള സർക്കാരിൻ്റെ ആനുവൽ ഇൻക്രിമെൻറ്റും ഈ ജോലിയുടെ അല്ലെങ്കിൽ മറ്റെല്ലാ ജോലിയെപ്പോലെ തന്നെ ഇതിൻ്റെയും പ്രത്യേകതയാണ്. കൂടാതെ വർക്ക് എൻവയോൺമെൻറ്റ് എന്നത് ഒരു ഓഫീസ് ബേസ്ഡ് ജോലിയാണല്ലോ. അതിനൊരു ഫിക്സഡ് വർക്കിംഗ് ഹവർ ഉണ്ടാവും. അഡ്മിനിസ്ട്രേറ്റീവ് ക്ലറിക്കൽ വർക്കാണ് മെയിനായിട്ട് ചെയ്യാനുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഒരു ഹെവി ഫിസിക്കൽ വർക്ക് ലോഡൊന്നും അവിടെ പ്രതീക്ഷിക്കേണ്ടതില്ല. ഒരു പ്രൊഫഷണൽ വർക്ക് കൾച്ചർ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും കേരള സ്റ്റേറ്റ് ഓൺഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആയതിനാൽ തന്നെ. മാത്രമല്ല മറ്റ് കരിയർ ഗ്രോത്തുമായി ബന്ധപ്പെട്ട അവസരങ്ങൾ, പ്രൊമോഷൻ, സീനിയർ അസിസ്റ്റൻറ്റ്, ജൂനിയർ ഓഫീസർ, ആ നിലയ്ക്ക് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊമോഷൻ സാധ്യതകളുണ്ട്, അതിനുള്ള അവസരങ്ങളുണ്ട്. കൂടാതെ ഡിപ്പാർട്ട്മെൻറ്റൽ ട്രെയിനിങ്, അതിലൂടെ സ്കിൽ എൻഹാൻസ്മെൻറ്റ്, സോഷ്യൽ സ്റ്റാറ്റസ് പ്രത്യേകം പറയേണ്ടതില്ല. അതിന് വേണ്ടിയിട്ടാണ് ആളുകളൊക്കെ ഗവൺമെൻറ് ജോലിക്ക് പിറകെ PSC കോച്ചിങ് എന്നെല്ലാം പറഞ്ഞിട്ട് 1-2 ഒഴിവിലേക്ക് പോലും 50,000, 60,000, 1,00,000 ആളുകൾ ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരു നാടും കൂടിയാണ്. അതിൻ്റെ കാരണം ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെയാണ്. സ്റ്റേറ്റ് ജോബിന് അതിൻ്റേതായ പ്രത്യേകതകളുണ്ട്. എന്നിരുന്നാലും മാത്രവുമല്ല ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ആയതിനാൽ തന്നെ ലോൺ അപ്രൂവലിന് എംപ്ലോയീസിന്, ജീവനക്കാർക്കുള്ള അത്തരം അനുകൂല സാഹചര്യങ്ങൾ അവിടെ കാണാൻ പറ്റും. മറ്റുള്ള ബെനിഫിറ്റുകൾ നേരത്തെ പറഞ്ഞ പോലെ മെഡിക്കൽ ബെനിഫിറ്റ്, ഇതിനെല്ലാം പുറമെ റിട്ടയർമെൻറ്റ് ബെനിഫിറ്റുകളെല്ലാം, ഗ്രാറ്റുവിറ്റി, എൻകാഷ്മെൻറ്റ് ഓഫ് ഏൺ ലീവ്, പോസ്റ്റ് പെൻഷൻ പോലുള്ള എല്ലാ അനുകൂല ഘടകങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു വർക്ക് ലൈഫ് ബാലൻസ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും. കാരണം ഒരു ഫിക്സഡ് ഓഫീസ് ടൈമിംഗ്, അതായത് Monday to Friday അല്ലെങ്കിൽ Monday to Saturday, പബ്ലിക് ഹോളിഡേ, അതുപോലുള്ള അവധികൾ, പേഴ്സണൽ ലൈഫിനും അതുമാത്രമല്ല ജോലിക്കും ഒരു പ്രത്യേക രീതിയിൽ നമുക്ക് സമയം മാറ്റി വെക്കാൻ കഴിയും. ഫിക്സഡ് ഒരു രീതിയിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കുന്നതിനാൽ തന്നെ അത്തരം അനുകൂല ഘടകങ്ങളുണ്ട്. പിന്നെയുള്ളത് സ്റ്റേറ്റ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാവുക എന്നാണ്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഫണ്ടിങ്, ഇൻഡസ്ട്രിയൽ ബിസിനസ് സെക്ടറുകൾക്ക് ഫണ്ടിങ് നൽകുന്ന, പ്രൊമോട്ട് ചെയ്യുന്ന, പ്രൊജക്റ്റുകൾ നടത്തുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടിയാണ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ. അതിലൂടെ നമുക്ക് കേരള സ്റ്റേറ്റിൻ്റെ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമാവുക എന്നൊരു സാഹചര്യം കൂടെ ഇത് ഉണ്ടാക്കി തരുന്നുണ്ട്. കൂടാതെ നമുക്ക് നമ്മുടെ പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, കാരണം ജോബ് സെക്യൂരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കൂടുതൽ അവസരങ്ങൾ, അതല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ക്ലറിക്കൽ ജോബുകൾ, ലോൺ പ്രോസസ്സിംഗ് ആയിക്കോട്ടെ, അക്കൗണ്ടിങ് ആയിക്കോട്ടെ, കോർപ്പറേറ്റ് അഡ്മിനിസ്ട്രേഷൻ, ഫിനാൻഷ്യൽ ഓപ്പറേഷൻസ്, ഇവയെല്ലാം നമുക്ക് സ്വയം പഠിക്കാനും അതിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ ജോലി നമുക്ക് ഉണ്ടാക്കി തരുന്നുണ്ട്. എല്ലാ നിലക്കും ആലോചിച്ചാൽ നല്ല ശമ്പള സ്കെയിലോട് കൂടിയിട്ട് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ജോബ് തന്നെയാണ് അസിസ്റ്റൻ്റ് കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ്റെ. പ്രസ്തുത തസ്തികയിലേക്കുള്ള പരിശീലനം പുരോഗമിക്കുന്നുണ്ട്. ക്ലാസ്സുകൾക്ക് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.